പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസപരമായ കാപട്യമോ ശിർക്കോ നമ്മളെ നേരിട്ട് പിടികൂടുന്നത് വളരെ വിരളമാണ്. പക്ഷേ വളരെ സൈലൻ്റായിട്ട് ഇത് നമ്മളെ പിടികൂടുകയും ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ മസീഹുദ് ദജ്ജാലിനേക്കാൾ എന്താണ് ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു തരട്ടെ. അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇന്ദി മിനൽ മസീഹിദ് ദജ്ജാൽ. അപ്പോൾ സഹാബികൾ പറഞ്ഞു, ബല, തീർച്ചയായിട്ടും റസൂലെ. അപ്പോൾ റസൂൽ പറഞ്ഞു, അഷിർക്കുൽ ഖഫിയു, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സൈലൻ്റായിട്ടുള്ള ഷിർക്കിനെയാണ്. തുടർന്ന് റസൂൽ പറഞ്ഞു, അൻ യഖൂമർ റജുലു യുസല്ലി, ഒരാൾ നിസ്കരിക്കാൻ എഴുന്നേറ്റു, ഫയുസയ്യനു സ്വലാത്തഹു, അയാളുടെ നിസ്കാരത്തെ നല്ല ഭംഗിയാക്കി. എന്തുകൊണ്ടാണ്? ലിമാ യറാമിൻ നളരി റജുലിൻ, മറ്റൊരാൾ നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അയാൾ നിസ്കാരത്തെ നല്ല ഭംഗിയാക്കി. ഇതിനെയാണ് റസൂൽ ഖഫിയായ ഷിർക്ക് എന്ന് പറഞ്ഞത്. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, മറ്റൊരാൾ നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നിസ്കാരം ഭംഗിയാക്കുക. ഇത് പ്രകടനപരതയാണ്, ഇത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും മുനാഫിക്കുകളുടെ സ്വഭാവമായിട്ട് അവർ പ്രകടനപരതക്കാരാണ് എന്ന് പറയുന്നുണ്ട്. വൈദാ ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല, സൂറ നിസായിൽ പറയുന്നു, നിസ്കാരത്തിന് തയ്യാറാകുമ്പോൾ അവർ എഴുന്നേൽക്കുന്നത് വളരെ മടിയോടുകൂടെയാണ്. യുറാ ഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ തീരെ അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല. സൂറ തൗബയിലും ഇക്കാര്യം അള്ളാഹു പറയുന്നുണ്ട്, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, മടിയോടുകൂടെ അല്ലാതെ അവർ നിസ്കാരത്തിന് വരുന്നില്ല. വലാ യുംഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, വെറുപ്പോടുകൂടെ അല്ലാതെ അവർ ധനം ചെലവഴിക്കുന്നില്ല. ഈ രണ്ട് സ്വഭാവവും, നിസ്കാരത്തിനുള്ള മടിയും അതുപോലെ ധനം ചെലവഴിക്കുന്നതിനുള്ള വെറുപ്പും, ഇത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ്. ഖുർആനിൽ സ്വർഗവാസികളായ ആളുകൾ നരകവാസികളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഫി ജന്നാത്തിൻ യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലക്കക്കും ഫി സഖർ, ഈ കത്തിയെരിയുന്ന സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് അകപ്പെട്ടത്? അപ്പോൾ അവർ പറയുന്നത്, ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല. വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങളെ ഭക്ഷിപ്പിക്കുന്നവരായിരുന്നില്ല. പകരം ഞങ്ങൾ എന്തായിരുന്നു? വകുന്ന നഖൂലു മഅൽ ഖായിലീൻ, അനാവശ്യമായ തർക്കങ്ങളും സംവാദങ്ങളും സംഭാഷണങ്ങളും നടത്തി സമയം ചെലവഴിക്കുന്ന ആളുകളായിരുന്നു. ഇവിടെ അവർ പറയുന്ന രണ്ട് പ്രശ്നം, ഒന്ന് നിസ്കാരത്തോടുള്ള അലംഭാവവും രണ്ടാമത്തത് പാവങ്ങളെ ഭക്ഷിപ്പിക്കണം എന്നുള്ള ചിന്തയില്ലായ്മയാണ്. സൂറ അൽ മാഊനിൽ അല്ലാഹു പറയുന്നത് നിസ്കാരക്കാർക്ക് നാശം. എങ്ങനത്തെ നിസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാവൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധാലുക്കളാണ്. അതിനെ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറഞ്ഞു, അല്ലദീന ലാ യുദ്ദൂന സ്വലാത്ത ഇല്ലാ റിയാ, കാണിക്കാൻ വേണ്ടിയല്ലാതെ നിസ്കരിക്കാത്തവരാണ്. ഫൈദാ ഖലൗ തറക്കുസ്വല, ഇനി ഒറ്റക്കായി കഴിഞ്ഞാൽ അവർ നിസ്കരിക്കുകയില്ല. അള്ളാഹു പറയുന്നു, അല്ലദീനഹും യുറാഊൻ, അവർ പ്രകടനപരതക്കാരാണ്. വയംനഊൻ അൽ മാഊൻ, ചെറിയ ഉപകാരങ്ങൾ വരെ തടയുന്നവരാണ്. ഇങ്ങനെ രണ്ട് സ്വഭാവവും, നിസ്കാരത്തോടുള്ള അലംഭാവവും അതുപോലെ ധനം ചെലവഴിക്കുന്നതിലുള്ള വിമുഖതയും, ഇത് മുനാഫിക്കുകളുടെ മുഖമുദ്രയായിട്ടാണ് ഖുർആൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാതൊരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന ചില ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ റസൂല് പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബി സ്വദഖത്തിൻ ഫഖ്ഫാഹ, രഹസ്യമായിട്ട് സ്വതക്ക ചെയ്ത ആൾ. എത്രത്തോളം രഹസ്യമാണ്? ഹത്താ ലാ തഅലമ ഷിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത്തെ കൈ എന്താണോ ചെലവാക്കിയത് അത് ഇടത്തെ കൈ അറിയുന്നില്ല. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത ആളുകൾ. അതുപോലെ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന ആൾ, ഫഫാലത്ത്, എന്നിട്ട് കണ്ണീർ പൊഴിക്കുന്ന ആൾ. ഈ രണ്ട് ആളുകൾക്കും അള്ളാഹു യാതൊരു തണലുമില്ലാത്ത നാളിൽ തണലേകുന്നതാണ്. ഇത് പ്രകടനപരതയ്ക്ക് നേരെ വിരുദ്ധമാണ്. നിഫാഖ് തീരെ ഇല്ലാത്ത ആളുകളുടെ ലക്ഷണമാണ്. അത്തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ആകേണ്ടത്. പ്രകടനപരത ഷിർക്കിനെ ക്ഷണിച്ചു വരുത്തലാണ്. അതുവഴി നമ്മൾ മുനാഫിക്കുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും അത്തരക്കാരിൽ ഉൾപ്പെടുത്താതെ അന്ത്യനാളിൽ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.